തായ്ലൻഡിലെ 4 പ്രധാന ദ്വീപുകൾ അടങ്ങിയ ഒരു ടൂർ പാക്കേജിലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ ദ്വീപായ റൈലേ ദ്വീപിലേക്കാണ് ഈ സഞ്ചാരികൾ പുറപ്പെട്ടിരിക്കുന്നത്. റൈലേ ബീച്ചിലേക്ക് പുറപ്പെടുന്നത് വീണ്ടും ഒരു സ്പീഡ് ബോട്ടിലാണ്. നേരത്തെ ഫിഫി ഐലൻഡിലേക്ക് പോയതുപോലെ തന്നെയാണ് റൈലേ ഐലൻഡിലേക്കുള്ള യാത്രയും. ക്രാബിക്കും ആഓ നാങ്കിനും ഇടയിലുള്ള ഒരു മുനമ്പാണ് റൈലേ ബീച്ച്. റൈലേ ബീച്ചിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള ലൈംസ്റ്റോൺ പാറകൾ കുറേ കൂടി കട്ടി കൂടിയ, ഘനമുള്ള, ഡെൻസിറ്റി കൂടിയ ഒരു തരം പാറക്കെട്ടുകളാണ്. ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ അവിടെവിടെയായി കുറേ ക്ലിഫുകളും ഒരു സഞ്ചാരിക്ക് കാണാൻ പറ്റും. റൈലേ ദ്വീപിൽ ഒരു ബീച്ചുമുണ്ട്, സുന്ദരമായ ബീച്ച്. ആ ബീച്ചിൻ്റെ പേരും റൈലേ ബീച്ച് എന്ന് തന്നെയാണ്. റൈലേ ബീച്ചിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഈ ബോട്ട്. ഞാൻ അപ്പോൾ അതിനിടയിൽ ബീച്ചിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയാം. 4 സോണുകളായി തിരിച്ചിരിക്കുന്ന ഒരു പ്രധാന വിനോദ കേന്ദ്രമായ റൈലേ ബീച്ചിൽ പടിഞ്ഞാറൻ റൈലേ, ടോൺസായ് റൈലേ, കിഴക്കൻ മേഖല കൂടാതെ ആവോ ഫ്രാ നാങ് എന്നിങ്ങനെ 4 മേഖലകളായി തിരിച്ചിരിക്കുകയാണ്. 2004 ഡിസംബർ 26 നടന്ന സുനാമി കുറേയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ദ്വീപ് സമൂഹമാണ് റൈലേ ദ്വീപ്. ഈസ്റ്റ് റൈലേയിൽ മാൻഗ്രൂവ് കാടുകളെ കൊണ്ട് സമൃദ്ധമായി നിറഞ്ഞിരിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. ഞങ്ങൾ നടന്നു നീങ്ങുന്നത് ആവോ ഫ്രാങ് നാങ് എന്ന ഈ ബേയിൽ അനേകം ഗുഹാക്ഷേത്രങ്ങളും അനേകം ഗുഹകളും ഉള്ളതായി ഞങ്ങൾ കണ്ടു. അതുകൂടാതെ ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുത്തനെയുള്ള ലൈംസ്റ്റോണുകളിൽ കയറുന്ന റോക്ക് ക്ലൈംബേഴ്സ്. ആ റോക്ക് ക്ലൈംബേഴ്സിൻ്റെ ചിത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ റോക്ക് ക്ലൈംബേഴ്സിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കേന്ദ്രമാണ് ആവോ ഫ്രാ നാങ് ബേ.